ഒരു ബ്രൗൺ കളർ സ്കിന്നുള്ള ഒരു പെണ്ണ് വേണമെന്നായിരുന്നു. എനിക്കും ബ്രൗൺ ഒക്കെയാ. അയ്യോ, ഇതിനെ കൊടുക്കുന്നോ? എന്നെ ഒരു സുന്ദരനെ കാണിച്ച് മയക്കുന്നുണ്ട്. അവനും കറുത്ത പെണ്ണിനെ വേണം എന്നാണ് പറയുന്നത്. ഏജൊക്കെ സെയിം ആണ്. ഞാനും ഇനി റഷ്യ സ്വപ്നം കാണാം അല്ലേ? Moon, night, ocean. We going with my friend and Viji also with sisters. Going and we eyes to eyes, looking, and after my heart like. വർക്കല ബീച്ചിന്റെ അടുത്ത് ബീച്ച് കാണാൻ വന്ന സുഹൃത്തിന്റെ ഒപ്പം ബീച്ച് കാണാൻ വന്ന ആളാണ് ദിമിത്രി. ശരിയല്ലേ? കഥ ഇതുവരെ ശരിയല്ലേ? അപ്പൊ എനിക്ക് ജസ്റ്റ് ഒരു ടൈം പാസ് ആയിരുന്നു. ഞാൻ ഉള്ള കാര്യം പുള്ളി ഭയങ്കര സുന്ദരനല്ലേ. അപ്പം വേറെ റിലേഷനെ കാണും എന്നുള്ളൊരിത് കൊണ്ട് പാസ്പോർട്ട് എടുക്കണം, ഞാൻ കൊണ്ടുപോവാം, കല്യാണം കഴിക്കാം. 2 മാസം ആയതുള്ളൂ അപ്പോഴേ പറയുന്നു കല്യാണം കഴിക്കാന്നൊക്കെ. അപ്പൊ എനിക്ക് അന്ന് 18 വയസ്സേ ഉള്ളൂ. ഒരു സായിപ്പ് വന്ന് എന്റെ അടുത്ത് ഇഷ്ടമാണ്. അമ്മയുടെ വിചാരം ഞാൻ പിള്ളേരോടൊക്കെ ഇങ്ങനെ പോവാന്ന്. അത് ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ ദീപേനോട് വിളിച്ചിരിക്കും. പറഞ്ഞോ ഈ ആശ്വാസം. ഇന്റർവ്യൂ എടുന്ന് ചിരിക്കരുത്. So many movies, Malayalam movies, Tamil movies, watching so many slapping is not good, disrespect. Cooking fish curry, mean curry. Okay. Yeah, and this mean curry we dancing like all white guys, all Russian guys dancing and cooking. Okay. And this song Illuminati. Illuminati. ഒരു അടിപൊളി കപ്പിളാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. വിജിമോളും ദിമിത്രി. ഹായ്. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? 1 year ആവാൻ പോകുന്നു. 1 year ആകാൻ പോകുന്നോ? അപ്പൊ ഞാൻ നിങ്ങളുടെ റീൽസ് അടുത്തിടെയാണല്ലോ ശ്രദ്ധിച്ചത്. അപ്പൊ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ 6-7 മാസം ആയി തുടങ്ങിയതുള്ളൂ. ആണോ? പക്ഷെ സാധാരണ ഇങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് കണ്ടുപിടിക്കുമായിരുന്നു. പക്ഷെ ഞാൻ അപ്പൊ 1 year ഒക്കെ ആയെന്നുള്ളത് എനിക്ക് അത്ഭുതമായി. ആട്ടെ, അവിടെ നിൽക്കട്ടെ. എങ്ങനെ ദിമിത്രിയെ കണ്ടുപിടിച്ചേ? അത് ഞങ്ങൾ അവിടുത്തെ ബീച്ചിൽ വന്നപ്പോ. എവിടത്തെ ബീച്ച്? ഞങ്ങൾക്ക് ഈ കഥയൊന്നും അറിയത്തില്ലല്ലോ. Full moon, night, ocean. We going with my friend and Viji also with sisters. Going and we eyes to eyes, looking, and after my heart like. And after we go 10 meter, and after I inside my brain I won't come. I won't something say. I won't talk. And after I talk with she without language. I don't know English, I don't know Malayalam, but I try something. Why is so beautiful? I say first I say why is so beautiful, and she only smile, nothing not say. And after we translate, use translator. And യെസ്, ഇത്രേ ഉള്ളൂ. വർക്കലക്കാരിയാണ് പെൺകുട്ടി. വർക്കല ബീച്ചിന്റെ അടുത്ത് ബീച്ച് കാണാൻ വന്ന സുഹൃത്തിന്റെ ഒപ്പം ബീച്ച് കാണാൻ വന്ന ആളാണ് ദിമിത്രി. ശരിയല്ലേ? കഥ ഇതുവരെ ശരിയല്ലേ? ശരിയാണ്. അതിനുശേഷം ഒരിക്കൽ ഇവരിങ്ങനെ വെറുതെ നിന്നപ്പോ കടൽത്തീരത്ത് നിന്നപ്പോ കണ്ടുമുട്ടി. വിജിയുടെ കൂടെ കൂട്ടുകാരുണ്ടായിരുന്നോ? അപ്പം ചുമ്മാ നോക്കിയതാണോ? നിങ്ങളുടെ നാട്ടിൽ ഞാൻ നോക്കിയൊന്നുമില്ല, എനിക്ക് പേടിയായിരുന്നു. എന്താ? ഫോറിൻ അല്ലേ? ഫോറിൻ ആയതുകൊണ്ട്. പക്ഷെ വർക്കലയിൽ അങ്ങനെ ഞാൻ അങ്ങനെ ബീച്ചിലൊന്നും പോവാറില്ലായിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ്? ബീച്ചിന്റെ തൊട്ടടുത്തൊന്നുമല്ല, കുറച്ച് ലോങ് ആണ്. വില്ലേജ് ആണ്. ഓ, അപ്പൊ ജസ്റ്റ് കടൽ കാണാൻ പോയതാണ്. അപ്പൊ നോക്കിയതാ. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരിമാരിങ്ങനെ പുള്ളി നമ്മൾ ഓപ്പോസിറ്റ് നടന്നു വരുമായിരുന്നു. അപ്പോഴത്തേന് എന്റെ കൂട്ടത്തിലുള്ള നമസ്കാരം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഇങ്ങനെ നോക്കിയത് എന്നെയാണ് നോക്കിയത്. പക്ഷെ ഇരുട്ടാണ്ട് ഞാനും കണ്ടില്ല, ഫോറിൻസ് ആണെന്ന് ഞാനും കണ്ടില്ല. പിന്നെ വെട്ടത്തോട്ടൊക്കെ പോയി സംസാരിച്ച് എപ്പോഴും ഫോട്ടോ ഒക്കെ എടുക്കുന്നു. എനിക്കൊരു പേടിയായിരുന്നു. പിന്നെ പുള്ളിക്ക് എന്നോട് സംസാരിക്കാൻ വേണ്ടി എപ്പോഴും എൻ്റെ അടുത്ത് വന്നിരുന്ന് ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് പേരെന്തുവാണ്, ഞാൻ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എല്ലാം ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ജസ്റ്റ് ഒരു ടൈം പാസ് ആയിരുന്നു. ഞാൻ ഉള്ള കാര്യം അല്ല, നമുക്ക് ഒരാള് പുള്ളി ഭയങ്കര സുന്ദരനല്ലേ. അപ്പം വേറെ റിലേഷനെ കാണും എന്നുള്ളൊരിത് കൊണ്ട് എന്റെ പെണ്ണെന്നും പെണ്ണ് തന്നെ. ഒരാളെ കാണുമ്പോ തന്നെ വേറെ റിലേഷൻ. പുള്ളി സുന്ദരനാണ്. നമ്മളോട് ഒരാള് ഹംബിളായിട്ട് വന്ന് സംസാരിക്കുന്ന ഒരു വിദേശി വന്ന്, ഞാനൊക്കെ എത്രയോ തവണ ബീച്ചിൽ പോയിക്കുന്ന, എത്രയോ ആൾക്കാരോട് നമസ്തേ പറഞ്ഞിരിക്കുന്ന, ആരും നമ്മളോട് ട്രാൻസ്ലേറ്ററായിട്ട് വന്നിട്ടില്ല. അപ്പൊ നമ്മളോട് അവർ സംസാരിക്കുന്ന ദേ റെസ്പെക്റ്റഡ് വുമൺസ്. അല്ല, റെസ്പെക്ട് വുമൺസ് മാത്രമല്ല, അവർ റെസ്പെക്ട് ചെയ്യും. ഈ വിദേശികളുടെ ഒരു പ്രത്യേക സംസ്കാരം എന്താണെന്ന് വെച്ചാൽ
അവരെതിരെ വരുന്നത് ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യും. നമ്മൾ മാത്രമാണ് ഇങ്ങനെ ഒരു കണ്ണോട് കൂടി നോക്കത്തുള്ളൂ. പക്ഷെ ഇവരങ്ങനെയല്ല, റെസ്പെക്റ്റഡ്. അവർക്ക് ഭയങ്കര രസമാണ്. ഇവർ വരുന്ന വിദേശികൾ നമ്മളുടെ കൾച്ചറും നമ്മുടെ ഇവിടുത്തെ മൊത്തം കാര്യങ്ങൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെയാണ്. അപ്പൊ ഇങ്ങനെ കണ്ടതിന് ശേഷം എന്ത് തോന്നി? ഇത് സംസാരിച്ചു നിങ്ങൾ ആ രാത്രി ഫുള്ള് സംസാരിച്ചോ? അവിടെ ഇരുന്ന് തന്നെ സംസാരിച്ചു? അല്ല, ക്ലിഫിലോട്ട് നടന്ന് വർക്കല. ഓ ഓ ഓ അങ്ങനെ നടന്ന് പുള്ളി പറഞ്ഞു ആ ജ്യൂസ് കുടിച്ചിട്ടൊക്കെ പോവാന്ന് പറഞ്ഞു. അങ്ങനെ കഫേ കയറി ജ്യൂസ് ഒക്കെ കുടിച്ച് പുള്ളി ഭയങ്കര നോട്ടമായിരുന്നു. ഇങ്ങനെ കണ്ണെടുക്കാതെയൊക്കെ നോക്കിയോണ്ടിരുന്ന് ഞാനും തൊട്ടടുത്താണ്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ വരെ നോക്കുക. അന്ന് വേറൊരു ലുക്കാണ്, ഹെയർ ഒക്കെ ഉണ്ട്, പ്രത്യേക ഒരു ലുക്കാണ്. കണ്ട ഒരു ലോയൽ മെന്നിനെ പോലെയാണ് തോന്നുന്നത്. എന്നാലും അങ്ങനെ പറയാ കണ്ടപ്പോ എന്റെ കൂടെ ഉള്ള കൂട്ടുകാരിമാര് പറഞ്ഞു വേണ്ട പോവാ, ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു എന്റെ കൈ പിടിച്ചിട്ട് വാ. കണ്ട അന്ന് തന്നെ ഇങ്ങനെ ഭയങ്കര പുള്ളി എന്റെ അടുത്ത് പറയാ ഞാൻ ഫാൾ ഇൻ ലവ് ആയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കൊറേ പറഞ്ഞു. അപ്പൊ എനിക്കെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ കൊറേ ബോയ്സ് ഒക്കെ ഉള്ളതാണ്, നമ്മള് നോക്കുമ്പോ തിരിച്ചു അവര് നോക്കും, അപ്പോഴത്തെ ഒരു ഇതേ ഉള്ളൂ. പിന്നെ പുള്ളി നമ്പർ മേടിച്ചോണ്ട് പോയായിരുന്നു. പിറ്റേ ദിവസം അന്ന് തന്നെ എന്റെ അടുത്ത് പറഞ്ഞ് നാളെ കോവളത്തൊരു പ്രോഗ്രാം ഉണ്ട്, അങ്ങോട്ട് വരുന്നാന്ന് ചോദിച്ചു. ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോ അവര് പറഞ്ഞ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചുമ്മാ പറഞ്ഞു അന്ന് understand about tomorrow. Next day we go shooting video clip. Illuminati, that time movie, this Illuminati. Avesham, yeah, and we do like a roasting video, yeah, something cooking fish curry, mean curry. Okay. Yeah, and this mean curry we dancing like all white guys, all Russian guys dancing and cooking. Okay. And this song Illuminati. Illuminati. Yes, and also we need something dance girls, same like this. Dance girl ആയിട്ട് വിളിച്ചതാ നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ ഡാൻസ്. But it's about time together. I say I want meet you one more time, and one more like this. Yeah. And because we sit, she say I not come along. I say of course take your sisters, and we 4 people, one scooty going to Kovalam beach. And yeah, പോലീസുകാർ നമ്മളെ കണ്ട നിർത്തത്തില്ല, പിടിച്ച് ഇങ്ങനെ കൈ കാണിക്കത്തൊന്നുമില്ല. ആരെയാ? ഇവനെ കണ്ടുകൊണ്ട് പോലീസുകാര് 4 പേരുണ്ടായിരുന്നു. 2 വണ്ടിയായിട്ടാണ് പോകുന്നത്. വേറൊരു ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരുത്തി വേറെ വണ്ടിയില്, ഞാനും എന്റെ ചേച്ചിയും കൂടി ഒരു വണ്ടിയിലാണ് പോകുന്നത്. ഇവന്റെ കൂടെ ഒന്ന് പോയി. എന്നിട്ട് കോവളത്ത് പോയി. വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞിട്ടാ പോയത്? വീട്ടില് ഞങ്ങൾ അന്ന് അവിടുത്തെ കഫേയിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഓ, എവിടെ? വർക്കല. ഓക്കെ ഓക്കെ. അപ്പഴാ അങ്ങനെ വൈകുന്നേരത്ത് ഇറങ്ങിയപ്പോഴാണ് കണ്ടത് പുള്ളിനെ. എന്നിട്ട് ബാക്കി പിറ്റേ ദിവസം കോവളത്ത് എന്നിട്ട് the next day you both are in Kovalam. Yeah, full day we shooting video, enjoy something, cook. After it, fish curry. Big fish, we buy big fish and roasting and cooking. Super. After evening time, വീട്ടിൽ പോയി. ആഫ്റ്റർ ഈവനിങ് വീട്ടിൽ പോയി. ഓക്കെ, സെറ്റ്. ഇത്രയും പറയാൻ പഠിച്ചല്ലോ, സൂപ്പർ. പിന്നീട് എങ്ങനെയാ പുള്ളി ഇവിടെ തന്നെ സെറ്റിൽഡ് ആയോ, കേരളത്തിൽ തന്നെ? And start messaging every day, messaging. അല്ല, ഇവിടുന്ന് ഇപ്പം അന്ന് തന്നെ പോയോ പിന്നെ തിരിച്ച് നാട്ടിലേക്ക്, റഷ്യയിലേക്ക്? പുള്ളി ഇവിടെ തന്നെയായിരുന്നു 3 months. 3 മാസത്തേക്ക് ഉണ്ടായിരുന്നു. Before I 1 year traveler, full India, and last position Kerala. Okay. I start Dharamshala, Himachal Pradesh, and like this full India going. Okay. And this in Varkala, I not understand how I find. കണ്ടോ, ഇന്ത്യ മുഴുക്ക നടന്നിട്ട് അവന്റെ കണ്ണുടക്കിയൊരു വിജയിലാണെന്നാണ് ആ പറഞ്ഞു വരുന്നത്. മനസ്സിലായി, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. അപ്പൊ വിജി പിന്നെ ഇവിടെ തന്നെ നിന്നോ? ഞങ്ങള് സെറ്റ് ആയതിനു ശേഷം 2 മാസം പുള്ളി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പുള്ളി പോയി. എന്റെ അടുത്ത് പറഞ്ഞ് പാസ്പോർട്ട് എടുക്കണം, ഞാൻ കൊണ്ടുപോവാം, കല്യാണം കഴിക്കാം. 2 മാസം ആയതുള്ളൂ, അപ്പോഴേ പറയുന്നു കല്യാണം കഴിക്കാന്നൊക്കെ. അപ്പൊ എനിക്ക് അന്ന് 18 വയസ്സേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഞാൻ അമ്മയുടെ അടുത്ത് ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട്. അമ്മ ഇതേപോലെ ഒരു സായിപ്പ് വന്ന് എന്റെ അടുത്ത് ഇഷ്ടമാണ്. അമ്മ പറഞ്ഞു നീങ്ങ വാ, വീട്ടിൽ വാന്ന് പറഞ്ഞു. പറ്റത്തില്ല, ഇതൊന്നും വേണ്ട, അങ്ങ് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല അമ്മ, പാവമാണെന്ന് പറഞ്ഞു. വേണ്ട, കൊണ്ടുപോയി കൊല്ലുങ്ങ് വരാൻ പറഞ്ഞു. അതെ, സാധാ വില്ലേജ് അമ്മമാരങ്ങനെയാണല്ലേ. അതെ, നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ കണ്ടേക്കുന്ന വിദേശ പടങ്ങളിൽ മൊത്തവും ഓരോരോ സാധനങ്ങൾ എടുത്ത് വെച്ച്
വിൽക്കാനുള്ളതാണല്ലോ. ആ, എന്നിട്ട് വരാൻ പറഞ്ഞ് അല്ല, അപ്പോഴത്തേനും കൊച്ചിന് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ പ്രണയം സക്സസ് ആവോ അല്ലെങ്കിൽ പ്രണയമാണോ, അതോ നമ്മൾക്കിപ്പം നമുക്ക് നമ്മുടെ ലാംഗ്വേജ് അറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് ഇരിക്കുന്ന ആളുടെ പോലും മനസ്സറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഇന്നുള്ളത്. അപ്പൊ ഇത്രയും ദൂരെ നിന്ന് ഒരാൾ പറയുമ്പോൾ എങ്ങനെയാണ് ട്രസ്റ്റ് ചെയ്തത്? 6 മാസം കഴിഞ്ഞാണ് ട്രസ്റ്റ് ചെയ്തത്. ആണല്ലേ. കാരണം പുള്ളി അങ്ങ് പോയില്ലേ. ആ പോയപ്പോഴത്തേന് ഞാനും പിന്നെ എന്റെ കൂട്ടുകാരന്മാരുമായിട്ട് ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. ഇവിടെ രാത്രി പോക്കും ആ. ഉത്സവങ്ങൾക്ക് പോക്കും ഇതൊക്കെ ആയിരുന്നു. പുള്ളിക്ക് ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞ് പോണ്ട, ഞാൻ കല്യാണം കഴിക്കാൻ നിക്കല്ലേ, എന്തിനു കൂട്ടുകാരന്മാരുടെ അടുത്തൊക്കെ പോയി മിണ്ടുന്ന, ആമ്പിളാരോട്ടുള്ളത് വേണ്ടാന്ന് ഇത് പറഞ്ഞു. റഷ്യൻ മലയാളിയാ. അല്ല, Maybe my soul inside Malay. അത് പറഞ്ഞപ്പോ മുടിയൊക്കെ No. I'm just kidding. Okay. Hey, it's okay. കുഴപ്പമില്ല. Actually, here also, all men are possessive. Sometimes their girls they don't allow to go any other places with men. Yeah. Here also. But my brain open, and because I meet Dalai Lama audience, I yoga, meditation, so many experience inside in my life, and because I open heart for something new, what future wait me, and I like without how is it? I just go this way. What God or soul or the universe give me, I just go this way. I'm not forcing, not like planning nothing. I just go, and this You just go on the floor. flow like a river. Oof, super. And now, and of course, this for this helping open mind, Okay. like a big mind, and psychology understanding. അപ്പൊ ഇവ അങ്ങനെ പറഞ്ഞപ്പോ എന്ത് തോന്നി? എല്ലാ ആമ്പിളരെ പോലെ തന്നെ തോന്നി. പക്ഷെ അല്ലാതെ പുള്ളി എൻ്റെ അടുത്ത് നിന്ന സമയത്ത് അവിടെ എന്താണ് കഫേലൊക്കെ കുറെ പാർട്ടി ഇതൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ പുള്ളി ഒരു ആന്റി ആയിരുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച് വേറെ ഏതോ ഇതാണെന്ന് വിചാരിച്ച്, പെൺപിള്ളേരാണെന്ന് വിചാരിച്ച്. ഈ പുള്ളി അവിടെ എൻ്റെ അടുത്ത് വരുന്ന ഡാൻസ് കളിച്ചിരുന്നു. അങ്ങനെ ഞാൻ കണ്ട് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരുന്നു. അപ്പൊ പുള്ളി വന്നിട്ട് പുള്ളിക്കൊന്നും മനസ്സിലായില്ല, കാരണം അതൊരു അമ്മാമ്മയാണ്. പക്ഷെ നമുക്ക് കാണുമ്പോ ഫോറിൻസ് അങ്ങനെയാണല്ലോ, കണ്ടാ നമുക്ക് അറിയാൻ പറ്റത്തില്ല അത് അമ്മാമ്മയാണോ സ്ത്രീയാണ് യുവതിയാണോ എന്നെ പോലെ കൊച്ചു കുട്ടിയാണോ. കൊച്ചു പാവാടയൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചപ്പോ ഞാൻ അങ്ങ് തെറ്റിദ്ധരിച്ച്. എന്നിട്ട് പുള്ളി വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുവന്ന്, നീ എന്ത് പറ്റി, എന്തോത്തിന് ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞ കണ്ടവളുമാരുടെ അടുത്തൊക്കെ പോയിരുന്നു ഡാൻസ് കളിക്കുക. ഇംഗ്ലീഷ് തന്നെ പറഞ്ഞു. നീയും തെളിയിച്ചു എനിക്ക് ഇപ്പഴേ ആശ്വാസമായിരുന്നു. അപ്പോഴാണ് പറഞ്ഞ ആ അമ്മയ്ക്ക് 40 വയസ്സുണ്ട്, അമ്മേന്റെ പ്രായമുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കാമായി. അതിനുശേഷം റഷ്യ പോയിട്ട് വിളിക്കാറുണ്ടായിരുന്നോ? റഷ്യയിൽ പോയിട്ട് വീഡിയോ കോളൊക്കെ വിളിക്കും, മെസ്സേജ് അയക്കും. എന്തേലും ഉണ്ടെങ്കിൽ അമ്മേടെ അടുത്ത് പോയിട്ട് വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കുമായിരുന്നു. അമ്മ എനിക്ക് മെസ്സേജ് അയക്കും, വരാൻ പറഞ്ഞു, എനിക്ക് കാണാൻ തോന്നുന്നു, ഇങ്ങ് വാ. റഷ്യൻ മമ്മി എന്നും മെസ്സേജ് അയക്കും. ഓ, എന്റെ അമ്മയുടെ പേര് വാട്ട്സ് ഹെർ നെയിം? Larissa. You have any siblings? I have sister Marina. Marina and my amma Larissa. Okay. Appa died when I be child. Okay. അച്ഛൻ ചെറുതിലേ മരിച്ചുപോയി. എന്നിട്ട് അവർക്ക് എങ്ങനെയാണ് ഇപ്പം ഇന്ത്യനെ അറിയത്തുള്ളൂ, അവർക്ക് കൺസിഡർ ചെയ്ത് ഇപ്പം നമ്മൾ റഷ്യ എന്ന് പറയും, റഷ്യയിൽ തന്നെ പലതും ഉണ്ടാകും. അത് യൂറോപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ പറയുമ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മളുടെ കൾച്ചർ വേറെയാണ്. ഇന്ത്യയുടെ ടോട്ടൽ കൾച്ചറിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ട്, എങ്കിൽ കൂടി നമ്മുടെ കൾച്ചർ വേറെയാണ്. അവർക്ക് ഇന്ത്യയിൽ നിന്നൊരു പെണ്ണായിരുന്നോ അതോ കേരളത്തിൽ നിന്നൊരു പെണ്ണായിരുന്നോ? ഇന്ത്യ എന്നായിരുന്നു. അങ്ങനെ അവർക്ക് ഇന്ത്യയിൽ ഒരു ബ്രൗൺ കളർ സ്കിന്നുള്ള ഒരു പെണ്ണ് വേണമെന്നായിരുന്നു. ഞാനൊന്ന് ഇരുത്തിയിരിക്കട്ടെ, എനിക്കും ബ്രൗൺ ഒക്കെയാ. ഈ ഇന്റർവ്യൂ റഷ്യയിലുള്ളവർ കാണുമോ? ഷെയർ ആക്കിയേ കാണും. ഷെയർ ആക്കണം, ഞാനും ബ്രൗൺ ആണെന്ന് പറയണം. എനിക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. ഐ എം ജസ്റ്റ് ആസ്കിങ്. In our interview is watching there, Russia is. Yes, of course. Yeah. So many people like Indian culture. Indian people. We interview also. Our interview. Yes. Then you just say, I'm also brown. Yeah. We how say? White people, I think. Same, half 50% like brown skin, 50% like racist, I don't know. And the same in India, 50% Saipa, like this say, like a white guy, you don't like? No. No? Yeah.
so many I don't like village people, Apupans, like this traditional people, not so modern people. Yes, like new movies, watching something, white people's, and respect. Okay. Yeah. Actually, in Kerala, all like all people are they decided to marry. They choose only white girls. Yeah. Some of them are not a foreign guy, Mm. girls, just white. Not White this skin. is brown. Oh. Some kind of white is there. I understand. Oh, this is like a fighting North India and South India. South India more chocolate Yes, skin. yes, chocolate. Yeah. മനസ്സിലായി. അയ്യോ ഇതിനെ കൊടുക്കുന്നോ? നല്ല രസമുണ്ടായിട്ട് സംസാരം കേൾക്കാൻ. അത് പറഞ്ഞോ, നോർത്ത് ഇന്ത്യയിൽ നമുക്കിവിടെ ചോക്ലേറ്റ് നോർത്ത് ഇന്ത്യയിൽ കുറെ എല്ലാവരും അവർക്ക് കളറിലൊന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ഏത് കാസ്റ്റ് എന്ന് പോലും പറയാൻ പറ്റില്ല. അവിടെ എല്ലാവരും വൈറ്റ് ആണ് നോർത്ത് ഇന്ത്യയിൽ. For me, I very like chocolate skin. Yeah. Very like. Yeah. In Russia, because not have like these people. And yeah, all my friends say, how you find chocolate girl? Yeah, like this. All respect this. No one guy, no one my friend not say this like, hey, why she dark? She something different color, different culture. I'll respect. I'll say more do videos something. Yeah, do അതെനിക്ക് ഇഷ്ടമായിട്ടോ കക്ഷി പറഞ്ഞത്. അതായത് അവിടെയുള്ളവർക്ക് ഒരിക്കലും എന്താ പറയാ, മോളെ കെട്ടിയതിൽ ഒരിക്കലും ഒരു എന്താ പറയാ, ഇവിടെയാണെങ്കിൽ ചോദിക്കുന്നത് നീ എന്താ കറുത്ത പെണ്ണിനെ കെട്ടിയത്, നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ കറുത്തേനെന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഇത്രയും ബ്രൗൺ, കറുത്തതെന്നല്ല അവിടെ ബ്രൗൺ എന്നേ പറയത്തുള്ളൂ, ഡാർക്ക് പീപ്പിൾ എന്നും പറയത്തില്ല, ബ്രൗൺ. അപ്പോൾ ഇത്രയും അതും ചോദിച്ചിട്ട് അവർക്ക് വീണ്ടും വേണമെന്ന് എന്നാ ചെയ്യാനാ. അല്ല, ഞങ്ങള് കഫേയിലൊക്കെ പോയി ഇരിക്കുമ്പോ ചില മുസ്ലിംസ് ഒക്കെ എന്നെ കണ്ടിട്ട് ഒരുമാതിരി ഇങ്ങനെ പറയും, ഓ കറുത്തിരിക്കുന്നു, ഇതിനെങ്ങനെ സെറ്റായ ഒരുമാതിരി പറയും. അപ്പൊ ഈ പുള്ളിനെ അടുത്ത് പറയും നിന്നെ കുറിച്ചല്ല പറഞ്ഞത്, എന്തിനു കേൾക്കാൻ പോകുന്നു, എന്നെ മോട്ടിവേഷൻ തരും. അതൊന്നും കേൾക്കാൻ നിൽക്കണം, അത് നിന്നെ കുറിച്ചല്ല, അവർ പറയുന്നത് അവരെ കുറിച്ച് തന്നെയാണ്. നിന്നെ കുറിച്ച് അത് നീ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിന്നെ കുറിച്ചാണ്. ഞാൻ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ അതില്ല. ക്രീമൊക്കെ ഇട്ട് വെളുക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പിന്നെ പുള്ളി പറഞ്ഞ ഈ സ്കിന്നാണ് നല്ലത്, അത് മുഖത്ത് വെളുപ്പും കയ്യിലും ഒരുമാതിരി നിറവായിരുന്നു. പിന്നെ പുള്ളി പറഞ്ഞ് വേണ്ട, മുഖത്തൊന്നും തേക്കണ്ട, നിന്റെ സ്കിന്നിന് എനിക്കിഷ്ടം. ഞാൻ പറഞ്ഞില്ലേ ഈ ബ്രൗൺ സ്കിന്ന് അല്ലെങ്കിൽ ഈ ഡാർക്ക് സ്കിന്നിന് വിദേശത്തിൽ അത് അവരെന്താണെന്നറിയില്ല, അവർക്ക് കൂടുതൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർ ഇന്ത്യക്കാരെ മൊത്തം അതായിട്ടാണ് കാണുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾക്കാണെന്ന്, പക്ഷെ ഇന്ത്യക്കാരെ മൊത്തം അങ്ങനെയല്ലേ കാണുന്നത്, ഡാർക്ക് സ്കിന്നായിട്ട് തന്നെ അവർ കാണുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കൾച്ചർ. I say you, all Russian people wait summer for take dark skin. Special cream used for dark skin. Yeah, solar special matching using for dark skin. Yeah. അത്രയും കഷ്ടപ്പെട്ട് നോക്കുമ്പോഴാണ് അതുകൊണ്ടാണ് വർക്കലൊക്കെ വന്ന് കിടക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് നീ അന്നേരം നീ വൈറ്റ് ആകാൻ നോക്കിയ പിന്നെ അവൻ പിടിച്ചിരിക്കത്തില്ലേ, അവൻ കറുപ്പാവാൻ നോക്കുമ്പോ. ഇപ്പൊ വീട്ടിൽ സംസാരിച്ചു, 2 വീട്ടിൽ സംസാരിച്ചിട്ട് കല്യാണം കഴിച്ചോ? വലുതായിട്ട് അങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ എനിക്ക് അങ്ങോട്ട് ചെല്ലണമെങ്കിൽ, റഷ്യ പോകുന്നെങ്കിൽ വിസയ്ക്ക് വേണ്ടി ഫാമിലി വിസ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേ രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് വേണ്ടേ, അപ്പൊ ചെറുതായിട്ട് കല്യാണം പോലെ നടത്തി സർട്ടിഫിക്കറ്റ് അങ്ങ് കൈക്കലാക്കി പോയി. റഷ്യ പോയോ കൊച്ചു? ആ, പോയിട്ടാന്ന് വന്ന. ഓ, റഷ്യ പോയി. എങ്ങനെയുണ്ട് അവിടെ? സെറ്റ് തന്നെ കാണാൻ. ആണോ? ലൈഫിൽ നമ്മുടെ ഒരു ലൈഫ് മാറിയത് ആ ഒരൊറ്റ ഇതാണ്. ഇപ്പൊ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം നമ്മളുടെയൊക്കെ അടുത്ത് നിന്ന് നമ്മൾ ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും ഇപ്പൊ മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ ഇപ്പോഴാണ് കുറെ കൂടെയൊക്കെ പറ്റുന്നത്. എന്ത് പറ്റി? കണ്ണൊക്കെ നിറയുന്നുണ്ടല്ലോ. അവിടെയും കണ്ണു നിറഞ്ഞിരിക്കുന്നു, എനിക്ക് അതുകൊണ്ട് കണ്ണു നിറയുന്നു. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. This is my ആനന്ദക്കണ്ണി. waiting. No. I'm just saying she's a village woman. I know how she's suffering from life because she worked as a sales something. Nee juice kadalalla ninne. Cafe sales girl like that. Yeah. So she never ever expected she is going to Russia also.
she never dreamed also. Mm. But one day she get a chance and she went there. I can feel that moment. And വേണ്ടായിരുന്നു ഈ ഇന്റർവ്യൂ, എൻ്റെ ഐഡിയ ആയിപ്പോയി. I have friend also. He find Indian woman. Huh? എന്നെ അവിടെ കാണിക്കുന്നില്ലേ, എന്നെ ഒരു സുന്ദരനെ കാണിച്ച് മയക്കുന്നുണ്ട്, അവനും കറുത്ത പെണ്ണിനെ വേണം എന്നാണ് പറയുന്നത്. ഏജൊക്കെ സെയിം ആണ്. ഞാനും ഇനി റഷ്യ സ്വപ്നം കാണാം അല്ലേ, റഷ്യ സ്വപ്നം കാണാം. അപ്പൊ ഞാൻ മോളെ നീ നന്നായി ആ ചേട്ടനെ നോക്കണം, ഈ ചേട്ടനല്ല ആ ചേട്ടന്, ഈ ചേട്ടനല്ല ആ ചേട്ടന്, എന്നിട്ട് എനിക്ക് സെറ്റാക്കി തരണം. ഓക്കെ ഓക്കെ. അവിടെ ചെന്നിട്ട് റഷ്യയിൽ ചെന്നിട്ട് ഇപ്പം നമ്മൾക്കൊരു കൾച്ചറലിൻ്റെ പ്രശ്നമുണ്ട്. നമ്മൾ വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ ഇതൊക്കെ പറയുമെങ്കിലും കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. അതെങ്ങനെയാണ് ഇപ്പം അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ പെരുമാറണം, അവരോട് എങ്ങനെ സംസാരിക്കണം, നമ്മളുടെ ബിഹേവിയറിൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവരണം, നമ്മളിവിടെ നടക്കുന്ന പോലെ എടുക്കുന്ന പോലെ ഒന്നുമല്ല, അത് ഡ്രസ്സല്ല, കൾച്ചറൽ. അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് ഇവിടെ ഞങ്ങളില്ല ലോക്കലായിട്ടല്ലേ. ഇപ്പൊ കഫേയിലൊക്കെ പോയി ഞങ്ങൾ വയറിറയുമ്പോ ഏമ്പക്കം വിടും, അതൊക്കെ ഇല്ല. അതൊക്കെ അവർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ തന്നെ നോക്കും. അപ്പൊ പിന്നെ ഇവൻ പറഞ്ഞു അത് ഇവിടെ അങ്ങനെ ചെയ്യത്തില്ല, ഇവിടുത്തെ കൾച്ചർ എങ്ങനെയാന്ന്, എല്ലാം സൈലന്റ് ആണ്. ഞാൻ പറഞ്ഞു ഇത് താനേ വരുന്നതാണ്, ഞാൻ എങ്ങനെ എന്നിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പഠിക്കണോന്നൊക്കെ പറഞ്ഞ് കുറെ സ്ട്രിക്റ്റ് ആയിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പൊ ഒരു പ്രേമിക്കുന്ന പുരുഷനിൽ നിന്ന് ഒരു ഹസ്ബൻഡ് ആയപ്പോ എങ്ങനെയുണ്ട്? നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാൻ മാറ്റവും ഇല്ല, പ്രേമിച്ചെടുക്കാൻ ഇപ്പോഴും പ്രേമിച്ചെടുക്കാൻ നല്ലത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു യോഗ ചെയ്യുന്നത്, നല്ല രസമുണ്ടായിരുന്നു ആ വീഡിയോ. ഇറ്റ്സ് വെരി നൈസ്. ഓക്കെ. അപ്പൊ റഷ്യയിൽ ചെന്നിട്ട് അമ്മയൊക്കെ എങ്ങനെയായിരുന്നു? ഇവിടെ നിന്ന് പോയ സമയത്ത് അവര് കണ്ടപ്പോ തന്നെ ഓടി ഒന്ന് കെട്ടിപ്പിടിച്ച്. പക്ഷെ ഞാൻ വിചാരിച്ച അവർക്ക് ഇവന് എന്നെ ഇഷ്ടമായോണ്ട് മാത്രമാണ് അവർക്ക് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഒരു ഭയങ്കര എന്റെ തുണി കഴുകുന്നു, ഞാൻ കഴിവാതെ കൊണ്ടിടും, അവരത് കഴുകി തരുന്നു. പക്ഷെ ഇവിടത്തെ നോർമലാണ്. പക്ഷെ അവരെ എന്നെ ഒരു ഫോറിൻ അമ്മ എന്റെ തുണിയായി കഴുകുന്ന പറയുമ്പോ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, എന്റെ തുണി കഴിവും, എന്നിട്ട് അതൊക്കെ എടുത്ത് മണപ്പിക്കുന്നു. ഞാൻ പറയുന്നത് കാണിക്കുന്ന എന്ന് വെച്ചാൽ ഇതാണ് അവർക്ക് വേണ്ടതെന്ന്. എന്നാ എന്റെ കയ്യിലൊക്കെ പിടിച്ച് ഉമ്മ വെക്കും. പിന്നെ എനിക്ക് ഒരുപാട് തുണി കൊണ്ടുവരും, എന്നിട്ട് ഇട്ട് കാണിക്കാൻ പറയും. രണ്ടുപേരും സോഫ ഇരിക്കും, എന്നിട്ട് ഇട്ടുകൊണ്ട് വരാൻ പറയും. ഞാനിങ്ങനെ ഇട്ട് കാണിക്കും, ഓ സൂപ്പർ ഇന്ന്, രണ്ടുപേരും കൂടി ഇരുന്ന് സിറ്റ് സൂപ്പർ ഇന്ന് എന്നൊക്കെ പറയും. അത് ഇട്ടോണ്ട് വരുന്ന ചെറുതാണ്, എടുത്തോണ്ട് വരുന്ന ചെറിയ ഡ്രസ്സുകളാണ് മൊത്തം. ഓക്കെ. അത് ഇപ്പം വർക്കലയിലാകുമ്പോൾ കൊച്ചിന് അതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു അവരുടേത് അഡാപ്റ്റ് ചെയ്യാൻ പ്രശ്നം ഉണ്ടായിരുന്നു? കുറച്ച് പ്രശ്നമായിരുന്നു അല്ലേ? മരിയ വന്നിട്ട് മീൻസ് മറിയ എന്ത് പറഞ്ഞു? അവര് ഇതേപോലെ തന്നെ ഭയങ്കര കാര്യമാണ്. ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ച എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് അവര് കാണുന്നത് ഇങ്ങനെ. മറിയ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ബ്ലാക്ക് കളറുള്ള ഒരു മോൻ. കണ്ട് അപ്പോഴും വന്ന് കെട്ടിപ്പിടിച്ച അതേപോലെ തന്നെ ഭയങ്കര കാര്യമായിരുന്നു. റെസ്പെക്റ്റ്, നല്ല റെസ്പെക്റ്റ് ആയിരുന്നു. അവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട്? ഇവിടെ നമ്മൾക്ക് ചോറില്ലാണ്ട് ഇറങ്ങത്തില്ല. ഒരു മലയാളി സംബന്ധിച്ച് ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം ചോറ് കഴിക്കണം. അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അവിടെ ഫുഡ് കഴിക്കത്തില്ലായിരുന്നു. പിന്നെ അമ്മ സൂപ്പ് ഉണ്ടാക്കി തരും, സൂപ്പ് കൂടി മാത്രമേ ഉള്ളൂ എനിക്ക്. അതെന്ത് പറ്റി? ഫുഡൊന്നും കഴിക്കാൻ തോന്നത്തില്ല എന്ന് വെച്ചാൽ വെജ്, പിന്നെ കുറെ ചിക്കൻ അല്ല, അത് സോസേജസ് കുറെ ഉണ്ട്, അങ്ങനെ അതൊന്നും കഴിക്കത്തില്ല ഞാൻ. ചോറ് കിട്ടാൻ പിന്നെ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി ലാസ്റ്റ് ഞാൻ കണ്ടുപിടിച്ച് ഇന്ത്യൻ കഫേ. ഇന്ത്യൻ കഫേ പോയി ബിരിയാണി ഇറങ്ങി. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എവിടെയെങ്കിലും മലയാളികൾ മാത്രമാണ് എവിടെയെങ്കിലും ട്രിപ്പ് പോയാൽ അവരാദ്യം തപ്പുന്നത് എന്താണെന്നറിയാമോ? അവിടുത്തെ മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ടോ എന്നാണ്. ആ ഒരു രാജ്യത്ത് പോയാൽ അവിടുത്തെ കൾച്ചർ ആസ്വദിക്കാനല്ല, പകരം അവരുടെ വയറിന് ചേരുന്ന ഫുഡേ കഴിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒബ്വിയസ്ലി ഞാനാണെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ ബിസ്ക്കറ്റ് കൊണ്ടൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്. നമ്മളെ കേരളത്തിൽ നിന്ന് വിട്ടാൽ ഇത്തിരി പാടാണ്, ഭക്ഷണം ചോറ് തന്നെ വേണം. ബട്ട് ഇവിടെ വന്നിട്ട് ഫുഡ് ഹൗ ഇസ്? I care my health. Yes, and I try something, eat so many vegetables, not so many carbs, protein food, chicken, some different dal, what is how green chickpeas, green peas, so many different, and every day I ask maybe you something new, not every time mean curry like biryani or something like this. എനിക്കിതൊക്കെ പറ്റുള്ളൂ. ശരി, എനിക്കിതേ അറിയത്തുള്ളൂ. എനിക്ക് നേരെ ഞാൻ വീട്ടിൽ ജോലി പോലും ചെയ്യാത്ത. അല്ല, ഞാൻ എന്റെ അടുത്ത ചോദ്യം അതായിരുന്നു, എങ്ങനെ ഒരു പെൺകുട്ടി, അതായത് കളിച്ച് തിരിച്ച് നടന്ന ഒരു പെൺകുട്ടിയിൽ നിന്ന് ഭാര്യയിലേക്ക് വന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു? ഭാര്യയിലേക്ക് വന്നപ്പോ ഒരു മാറ്റവും ഇല്ല, കാരണം ലിവിങ് ടുഗദർ ആയിരുന്നു ആദ്യം, അതിനുശേഷമാണ് കല്യാണം കഴിച്ചത്.
ലിവിങ് ടുഗദർ ആയിരുന്നപ്പോഴേ ഞാൻ പാചകമൊക്കെ അത്യാവശ്യം പഠിച്ചു. പിന്നെ യൂട്യൂബൊക്കെ നോക്കിയിരുന്ന് വേവിക്കും. പിന്നെ ചാജിപ്പിറ്റി ഉണ്ടല്ലേ, ചാജിപ്പിറ്റിന്റെ അടുത്ത് കുറെ എല്ലാ വീട്ടിലുള്ള സാധനമൊക്കെ എടുത്ത് ഫോട്ടോ അങ്ങ് അയക്കും. ഇത് വെച്ച് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും പറയാം, അതുണ്ടാക്കും, തീർന്നു. പിന്നെ സലാഡൊക്കെ ഉണ്ടാക്കും. ചോറ് കറിയൊന്നും ഉണ്ടാക്കത്തില്ല, ഞാനും കഴിക്കത്തില്ല, കഴിക്കാൻ സമ്മതിക്കത്തില്ല പുള്ളി. സമ്മതിക്കത്തില്ലേ? വണ്ണം വെക്കുമായിട്ടാണോ? ഞാനില്ല, ഞാൻ എന്റെ റഷ്യ ക്യാൻസൽ. എനിക്ക് ചോറില്ലാത്ത ഒരു No, rice, so many types of rice. അതൊക്കെ ആയിരിക്കാം, പക്ഷെ ഞാൻ റഷ്യ ക്യാൻസൽ. എനിക്ക് റഷ്യ കഴിഞ്ഞ വലുത് എന്റെ ചോറ്. Russian also. ചോറ് എനിക്ക് വലുത്. We have Russian rice, grechka. We say grechka. This is like how is it name? Millet. Godum. This godum we eat like you rice. No, actually I know what you are saying, but I just kidding. I like when I choose any food, rice only. If I don't get any rice from any other places, I choose parota. Only these food. Super. In Russia, we doing pancakes. This traditional, okay. Yeah, like a parota. So different type of pancakes, and also we like bread. So many type of bread. Say വെജ് ആണോ നോൺ വെജ് ആണോ കക്ഷി? രണ്ടും. കുഴപ്പമില്ല. അല്ല, വെജ് അവിടെ ആരും ചെന്നപ്പോൾ വെജാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഈ ലിവിങ് ടുഗദർ ഈ 10-18 വയസ്സിൽ, അതും നിങ്ങളുടെ നാട്ടിൽ തന്നെ, വർക്കല ഓക്കെ, വർക്കല ഒരു നമുക്കൊരു വേറൊരു ഒരു കൺട്രി ആയിട്ട് തന്നെ പറയാം. കാരണം അവിടെ എപ്പോഴും വിദേശികൾ വരുന്നതാണ്, അത് നമുക്കൊക്കെ. പക്ഷെ അവിടെ നിന്ന് മാറി അതിൻ്റെ 1 കിലോമീറ്റർ മാറിയത് തന്നെ നമ്മുടെ നാട്ടിൻപുറമാണ്. അതും പക്കാ തിരുവനന്തപുരത്തിനോട് ചേർന്ന് കിടക്കുന്ന പക്കാ നാട്ടിൻപുറം പ്രദേശങ്ങളാണ്. അവിടെ എങ്ങനെയാണ് ഈ ലിവിങ് ടുഗദറിനെ എങ്ങനെ വീട്ടുകാരോട് പറഞ്ഞ് സമ്മതിപ്പിച്ചത്? വീട്ടുകാരടുത്ത് ഞങ്ങൾ സെറ്റായി കഴിഞ്ഞതിന് ശേഷം അമ്മേനോട് പറഞ്ഞു, എല്ലാം പറഞ്ഞു. അതിന് മുന്നേ ഞങ്ങൾ റിലേഷൻ ആയ സമയത്ത് 2 മാസത്തിൽ തന്നെ പുള്ളിന്റെ വീട്ടിലായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും. അപ്പോഴേ ഞാൻ അമ്മേനോട് പറഞ്ഞു, ഇതേപോലെ പുള്ളിന്റെ വീട്ടിലാണ്. അമ്മ ചോദിച്ചു, എന്നിട്ട് ബാക്കി എന്തെന്ന് ചോദിച്ചു. ഞാനെല്ലാം പറഞ്ഞു, എന്തൊക്കെ നടന്ന് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായതും ഞങ്ങൾ അവരെ വീട്ടിലാണ്, പുള്ളി ഭയങ്കര കെയർ ആണ്, എല്ലാം പറഞ്ഞ്. അപ്പം അമ്മ പറഞ്ഞു, ഇനി അവനെ കളയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇന്ത്യൻ അമ്മ, അയ്യോ അവനെ കെട്ടിയാ മതി, നീ അവന്റെ കൂടെ ജീവിച്ചോ, ഇനി നീ അവന്റെ കൂടെ മതി ഇതല്ലേ. എന്റെ കൂടെ തന്നെ. ഞാൻ അമ്മയെ കളിയാക്കിയതൊന്നും അല്ല. നമ്മളുടെ ഒരു ഇപ്പോഴാണ് കുറെ കൂടെ കുട്ടികൾ ലിവിങ് ടുഗദർ ഞാൻ പറഞ്ഞില്ലേ, മോളത് ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോൾ അത് അമ്മയ്ക്ക് മനസ്സിലാകുന്ന ഒരു ഇതുണ്ടല്ലോ, അതിപ്പോഴാണ് ആളുകൾക്ക് വരുന്നത്. ആളുകൾക്ക് ഇപ്പോഴാണ്. പണ്ട് കാലത്താണെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കിയപ്പോൾ സിനിമയിലൊക്കെ കാണുന്നില്ല, ചുമ്മാ തിരിച്ചു കാണിച്ചാൽ ഈ ചാരിത്രത്തിലാണ് എല്ലാം ഉണ്ടായിരുന്നെന്നുള്ളൊരു കൺസെപ്റ്റ്. അത് ഇന്ത്യൻ സീരിയലുകളും സിനിമകളും ആണ് നമുക്കത് ഭയങ്കര ബോധം തന്നത്, മൂല്യബോധം തന്നത്. പക്ഷെ ഇപ്പം അതൊക്കെ മാറുന്നുണ്ട്. നമ്മൾ സ്ത്രീയാണ്, നമ്മൾക്ക് ഏൺ ചെയ്യാൻ പറ്റണം, സ്റ്റേബിളായിട്ട് നിൽക്കണം, ഇത് കവിഞ്ഞൊന്നുമില്ല. അതാണ് പറഞ്ഞു വെക്കുന്നത് കേട്ടോ. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞ്? ഇവനെ കെട്ടിക്കോളാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോന്ന് പറഞ്ഞെന്ന് കെട്ടിച്ചതിൽ ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു. അതാദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, വേണ്ട, കൊണ്ടുപോയി കൊല്ലും. അമ്മയുടെ വിചാരം ഇത് പാകിസ്ഥാനാണ് എപ്പോഴും. പിന്നെ വിളിക്കുമ്പോൾ വീഡിയോ കോൾ വിളിച്ചാലും അമ്മേനെ കേൾച്ച പറയും പാകിസ്ഥാനാണ്. അപ്പൊ അമ്മയ്ക്ക് ഇത്തുകൂടെ പേടിപ്പിക്കൂട്ട്. എപ്പോഴും വീഡിയോ കോൾ വിളിച്ചാലും ഇരുന്ന് പറയും. I say Amma, I very serious. I every time joke with she. I think she go Pakistan. Just joking for she. But I say she, no, Amma, I serious. I not play game. I serious man. And I take your daughter like this for how is it? For your entire life. Yes. Change life. Not only my life. My heart choose your daughter, and she trust me, I think, because she say okay. അല്ല, 18ാമത്തെ വയസ്സിൽ മോൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിലല്ല. ലൈക്ക് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു പുറം ഇപ്പൊ വളരുന്ന കുട്ടികളാണെങ്കിൽ കുറച്ചുകൂടെ, അതായത് എന്താ പറയാ, ഇങ്ങോട്ടേക്ക് എറണാകുളം പോലുള്ള സിറ്റിയിലേക്ക്, പിന്നെ വർക്കലയിൽ നിന്നതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ അറിയാമായിരിക്കാം. എന്നാലും ഒരു പേടിയില്ലായിരുന്നോ? പേടിയുണ്ടായിരുന്നു. ഇത് റഷ്യയിൽ നിന്ന് വന്നപ്പോഴത്തേന് 2ാമത് പോയിട്ട് വന്നായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ പറയാതെ തന്നെ ഇറങ്ങിപ്പോയെ. ഞാൻ പറഞ്ഞു അവൻ്റെ പോണെന്ന് പറഞ്ഞു. ഇവനോടാണ് പോണെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്കൊരു സമാധാനം. കാരണം ഞാൻ എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും. എന്നിട്ട് നാത്തൂനുണ്ട്. അപ്പൊ അത് ഫസ്റ്റ് ടൈം ഞാൻ ഇവനെ കാണുമ്പോ അതെന്റെ ഫ്രണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് അവളെന്റെ ചേട്ടനെ കെട്ടി, നാത്തൂനായി. അവളെ കൊണ്ടാണ് എപ്പോഴും ഞങ്ങൾ പോവുകയും കൂട്ടുകാരുടെ അടുത്തൊക്കെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു.
അങ്ങനെ അമ്മയുടെ വിചാരം ഞാൻ പിള്ളേരോടൊക്കെ ഇങ്ങനെ പോവാന്ന്. ഉം. അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ ധീമേനോട് ഒളിച്ചോടി പോയി. പറഞ്ഞോ ഈ ആശ്വാസം. ആശ്വാസം. അമ്മേ. ഒരു ഇന്റർവ്യൂ ഇരുന്ന് ചിരിക്കരുത്, നാളെ എനിക്ക് ചിരി വരുന്നുണ്ട്. സത്യം പോലെ പറയണ്ടേ. സത്യം പോലെ പറയണം. ഞാൻ ചിരിച്ചത് മറ്റൊന്നുമല്ല, നമ്മളെ ഇത് കാണുമ്പോ പലരും പറയും ഒരു പെങ്കൊച്ച് അച്ഛനും അമ്മയും വളർത്തി ഇത്രയും വലുതാക്കി അവൾ ഇറങ്ങി പോകുന്ന കേൾക്കുമ്പോൾ നാട്ടുകാരെ കൊണ്ട് നാണം കെടുത്തിക്കായിരുന്ന പോരെ. ചിരിച്ചു കേട്ടെന്ന് പറയാം. അതൊന്നുമല്ല, നീ അങ്ങനെയാണോ പറഞ്ഞതിന്റെ ഒരു സ്റ്റൈൽ കണ്ടിട്ട് എനിക്ക് ചിരി വന്നു പോയതാ. ഞാൻ പോണു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ അമ്മ പറഞ്ഞു. അതിന് മുന്നേ വീട്ടിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇതേപോലെ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നോണ്ട് എല്ലാവർക്കും അറിയാം ഇതേപോലെ ഫോറിനെയാണ് സ്നേഹിക്കുന്ന. അപ്പൊ എല്ലാരും ചോദിക്കും എന്ന് കല്യാണം എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഇറങ്ങി പോയെന്ന് പറഞ്ഞാലും അവര് പറഞ്ഞു പോയി ജീവിക്കട്ടെ, നല്ലോണം ജീവിച്ച് കണ്ടാൽ മതി എന്നേ പറയത്തുള്ളൂ. അല്ലാതെ ഇവിടെ വേറെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ഒളിച്ചോടി, ഇപ്പൊ ഒരു കേരളത്തിലുള്ള ഒരുത്തനോട് ഒളിച്ചോടി പോവുകയാണെങ്കിൽ പറയും കുറെ, അത് 2 മാസത്തേക്കേ ഉള്ളു, അവളിങ്ങ് തിരിച്ചു വരും, അത് പിഴച്ചു, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷെ ഞാൻ ഒളിച്ചോടി പോയപ്പോ ആരും ഒന്നും പറയുന്നു. ഒളിച്ചോടി പോയെന്ന് പറയാൻ പറ്റത്തില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. പോയിട്ട് ഞങ്ങൾ എപ്പോഴും വരും. പോയിട്ട് അവനെ കൂട്ടിട്ട് തിരിച്ച് വീട്ടിൽ അമ്മേ ഞാൻ വന്നു. Okay, how is your life going before you met her and after? 180 change. Wow, 180 super. degrees change. Yeah. Before I not have motivation for do something. After meet her, I understand how is it. I understand man position. What is being man like? And because she nature like why I say like that. This village girl and village girl understanding how respect men. And this before Russian men's all give freedom for women's. Yeah. Like you freedom, you do what you like. But I same give she freedom, but I feel how she respect men. Like first she say me you my Shiva, other you my king, or something like this. And for me this very respect. And she every time, okay, you go, you doing this, you how's it say Malayalam para grow me. She grow me. She grow me, and I like a man growing now. I start. I not scared now. Nothing. I start a business in Russia, a production business. Same. Okay. I go freelancing. I same video shooting in Russia, but for different peoples. Now I do product management for people, for YouTube bloggers, and Okay. I have so many time free now, and also I work, coach rest. We go traveling. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണല്ലേ ചെയ്യുന്നേ? ഓക്കെ. പുള്ളി പറഞ്ഞതിലൊരു ഡയലോഗ് ഉണ്ട്, റഷ്യയിലെ ആണുങ്ങളൊക്കെ ഫ്രീഡം കൊടുക്കും സ്ത്രീകൾക്ക്. ആണുങ്ങൾ ഫ്രീഡം തരണ്ട. അതെനിക്ക് ഇംഗ്ലീഷിലോ റഷ്യയിലോ പറയാൻ അറിയില്ല. ആക്ച്വലി നോ അല്ല, അതായിരിക്കത്തില്ല പുള്ളി ഉദ്ദേശിച്ചത്. പുള്ളി പറഞ്ഞു വന്നപ്പോൾ ഇംഗ്ലീഷ് വെച്ചിട്ട് അതായിരിക്കും പറഞ്ഞത്. This Russian culture, it's a different culture. Yeah. Russian men's different. Yeah. Indian men's very strict, and if something happen, I see bam like this doing biting. This is not good. Yeah. Russian men's not bite women. Here some others, not everyone. So many movies, Malayalam movies, Tamil movies, watching so many slapping this. I don't like that. കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, Not good. Need respect, brothers. Women need respect. Yes. Same like a man. Yes. And after woman give you what you want. Yeah. This super. Dimitri, as you said, is very right. But ഫിലിമിൽ കാണിക്കുന്നത് എനിക്കത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. ബട്ട് ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ടു മലയാളം, ദെൻ ഐ ഫിനിഷ് ടു ഇംഗ്ലീഷ്. ഓക്കെ. സിനിമയിൽ സ്ത്രീകളെ അടിക്കുന്നത് കാണിക്കുന്നുണ്ട്, പക്ഷെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളെ അടിക്കില്ല. ദേ റെസ്പെക്റ്റഡ് ഇൻ സം ഓഫ് ദ. പക്ഷെ സിനിമയിൽ കാണിക്കുന്നത് മൊത്തം ഇന്ത്യയിലെ കൾച്ചർ അല്ല. ദേ ആർ ഷോയിങ് ഓൺലി ദ പേഴ്സൺ ഓർ ദ ക്യാരക്ടർ ഓൺലി. ഓക്കെ. ബട്ട് ഹിയർ ഓൾസോ സം പീപ്പിൾസ് ആർ very respecting people, also women. I know some of my friends are like that. So Appa Amma, I see how this respect. I say sometimes. It is not for all. Sometimes. ആ റഷ്യക്കാരൻ വരെ പറഞ്ഞു, നമ്മുടെ സിനിമകളിൽ വരുന്ന സ്ത്രീകളെ അടിക്കുന്നതോ ഉപദ്രവിക്കുന്നതോ
അത് മോശമാണെന്ന് വരെ മറ്റൊരു കൾച്ചറിലേക്കാണ് നമ്മുടെ കൾച്ചർ പോകുന്നത്. നമ്മൾ ഏത് കൾച്ചറും നമ്മളൊരു ഡിജിറ്റലാണ്. ഇപ്പം നമ്മുടെ ഒരു ഇന്റർവ്യൂ പോലും ഇത് 10 വർഷങ്ങൾക്കോ 20 വർഷങ്ങൾക്കോ ശേഷം ഇങ്ങനെ ഡിജിറ്റലായിട്ട് കിടക്കുന്നതാണ്. സോ അതൊരു നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ലോകം മുഴുവൻ കാണുക. അവരുടെ എന്താ പറയുക പെർസ്പെക്റ്റീവ് ഓഫ് വ്യൂസും ഡിഫറൻസ് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും അതാണ് വുമൺസിന് ഒരു റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളത്. അത് പുള്ളിക്ക് എന്തായാലും കിട്ടുന്നുണ്ടല്ലോ. For Russian people, for Russian men, woman it's like a queen, Wow. like a small queen, and this queen need every time take hand and what do you need? What do you need? You need go here. Okay, ba, like this. And Russian men, for women like my amma, she 6 years age, but she like a say, she like a പൊക്കമില്ല. coach girl, yeah. കൊച്ചികൾ. Here the fathers treated their daughters as a queen. Mhm. After the daughter married, Mm. husbands treated as a Mm. I can say the words. Understand. Okay. Understand. Okay, no problem. But this, Russian fathers for sons say, do what women like, Yes. and after you take what you need. Yes. Woman give you what you need. That's like a universe change. If you woman say, I want this like maybe we build house, okay, and after you brain starting changing and all universe changing for doing something, this build house or what this like, I don't know, this like a magic. If you listen, you woman, after all your life is changing. In Russia, believe this, Russian boys, Russian men, and Russian men very fast growing for in relations when start relations. Yes, here how is it, marriage, marriage very important, traditional marriage. Russian people's 2-3 years like relationships without marriage, yeah. Okay. Like how is it, understanding each other. Hmm. But after, when understanding so many strong relations, of course marriage going, They get married, taking okay. marriage, yeah. ഓക്കെ, നിങ്ങളുടെ മാരേജ് ഇങ്ങനെ പള്ളിയിൽ വെച്ചൊക്കെ ഇനി ചെയ്യുന്നുണ്ടോ? അവർ ക്രിസ്ത്യൻ അല്ലേ? ഇല്ല അങ്ങനെ ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല. ഈ ഒരു നമ്മുടെ രജിസ്റ്റർ മാരേജ് മാത്രമേ ഉള്ളൂ. അവിടുത്തെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മാരേജും ഇല്ല. ഇനി നിങ്ങൾ അങ്ങോട്ട് പോകുന്നില്ലേ? പോകുന്നു. ഇനി പുള്ളിക്ക് ഇവിടെ ആധാറൊക്കെ കിട്ടി. കിട്ടിയോ? ആ. വാവ്, Yeah. സൂപ്പർ. Oh. അതുകൊണ്ട് പിന്നെ വിസയുടെ 1 വർഷത്തേക്കുള്ളതും കിട്ടി. അപ്പൊ പിന്നെ ഇവിടെ തന്നെ അടുത്ത വർഷമേ പോകത്തുള്ളൂ. അടുത്ത വർഷമേ പോകത്തുള്ളൂ. ഈ സിന്ദൂരമൊക്കെ തൊടീസാണോ? ആദ്യമൊക്കെ തൊടിപ്പിക്കും. ഇപ്പൊ വേണമെങ്കിൽ ഇടും, വേണമെങ്കിൽ ഇടും. പിന്നെ അങ്ങനെ പുള്ളിക്ക് അതൊക്കെ കാണാൻ ഭയങ്കര ഇട്ട് ഇഷ്ടമായിരിക്കും. തരും, എപ്പോഴും ഇട്ട് തരും. ഓ, അത് കാണാനാണല്ലേ, ആ കൾച്ചർ കാണാനാണ് പുള്ളിക്ക് ഇഷ്ടം. Actually, nowadays the ladies or women are never ever put the bindi here, like marriage bindi. Some of the girls, but traditional or some of girls are like this and they follow the traditional. Yeah. But both of them are not, because we all are working women. They don't have a time or they want to. എന്താ പറയാ, അവർക്ക് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കാൻ താല്പര്യമില്ലാതെ. അത് ഇംഗ്ലീഷ് പറയാൻ എനിക്ക് അറിയില്ല. നിനക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി. അതെങ്ങനെയെങ്കിലും നീ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇംഗ്ലീഷ് പറയാൻ ഓ, അതിന് ട്രാൻസ്ലേറ്റർ ഇന്ന് തന്നെ എന്റെ ഫോണിൽ അതെങ്ങനെയാന്ന് പഠിപ്പിച്ചു തന്നിട്ട് വേണേ പോവാനേ, കേട്ടോ. എനിക്കതൊക്കെ എടുക്കണ്ടേ. അപ്പം നിങ്ങളിപ്പോ എന്തൊക്കെ സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞു? എവിടെയും പോയില്ല. എങ്ങും പോയില്ല, വർക്കല തന്നെ സെറ്റിൽഡ്. പുള്ളി വർക്ക് ഫ്രം ഹോം അവിടെ റഷ്യയിലുള്ള മറ്റേ പുള്ളിയുടെ ബിസിനസ്സിലെ മാനേജ് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ എങ്ങോട്ടെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ട്? ഇന്ത്യ മുഴുവൻ കറങ്ങാൻ താല്പര്യമുണ്ടോ? പോവാൻ പ്ലാൻ ഉണ്ട്. ഇവിടെയൊക്കെ വീടൊക്കെ വെച്ചിട്ട് പോവാന്ന്. എവിടെ? വർക്കലയിലോ? വർക്കലയിൽ തന്നെയാണോ വീട് വെക്കുന്നത്? ഓക്കെ, അപ്പം വർക്കലയിൽ തന്നെ വീട് വെച്ചിട്ട് മൊത്തം ഇന്ത്യ കറങ്ങാൻ പോകും. വാവ്, സൂപ്പർ. ഡു യു ഹാവ് എനി പ്ലാൻ ഫോർ കിഡ്സ്? Yes, of course. Yes. വാവ്. Now we growing stability because so many planning, so many we planning actually. We now we do all documents. After we go Russia, maybe same do for VG documents. And we need this of traditional marriage 3 year. Okay. After this official for government, Russian government, also Indian government same need, because Russian for
pay money like 3 lakh if Ah. you birth baby in Russia. ഓക്കെ Yeah, and also house give so many for couples. Government give. ഓക്കെ Here, Okay. here we how is it? Try living. Try finding some places for living, staying. Maybe build house. I Okay. don't know how this happened. Just same wave ഓക്കെ river. ഇപ്പൊ 3 വർഷം കഴിഞ്ഞിട്ട് കക്ഷി മാരേജ് അവിടുത്തെ റഷ്യൻ മാരേജ് ഒക്കെ കഴിക്കണം എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും എനിക്ക് നിങ്ങളുടെ ഇൻസ്റ്റാ റീൽസ് കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയി. But I say you need grow first. Go study some university or college or something like this, or learn something. Now I learn she how video editing doing, and she all video reels and shorts videos she do how. ദിമിത്രി പഠിക്കാൻ പോകാൻ പറയുന്നുണ്ട്. ഇനിയിപ്പം അതിന് നോക്കിക്കൂടെ? പഠിക്കാൻ പോണോന്നുണ്ട്. ഒരു ആ. വർഷമൊക്കെ കഴിഞ്ഞ് വീടൊക്കെ വെച്ചിട്ട് പോകും. വീടൊക്കെ വെച്ചിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു +2 നമുക്ക് ഈ സമയത്തിന് മറ്റേ എഴുതിയെടുക്കാം. സർക്കാരിൻ്റെ എഴുതിയെടുത്തിട്ട് അല്ലെങ്കിൽ റെഗുലർ ആയിട്ടോ എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ടോ എഴുതിയെടുത്തതിന് ശേഷം വിദേശത്ത് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അവിടെ തന്നെ ഇപ്പോൾ വേറെ പ്രത്യേക നമ്മൾ മൈഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, പഠിക്കാൻ പറ്റും. എഡ്യൂക്കേഷൻ വലിയൊരു പവറാണ്. അത് ഭയങ്കരമായിട്ട് ഉണ്ടാവട്ടെ. ഹാപ്പി അല്ലേ? സന്തോഷല്ലേ? Sandosha. ഇല്ലുമിനാറ്റി No illuminati. ദിമിത്രി മോൻ ഹാപ്പി അല്ലേ? Yeah, Dmitry and Vijay. ചോടാ. ഓക്കെ, ഈ സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടു തരാറുണ്ടോ? ഈ സർപ്രൈസ് ഗിഫ്റ്റ്? ബർത്ത്ഡേക്ക് കൊണ്ടുവരാറുണ്ട്. എന്നും ഗിഫ്റ്റ് ഇറക്കുന്നുണ്ട്. എന്നും ഗിഫ്റ്റ് തന്നെയാണല്ലേ? എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അതാണ് ഏതെങ്കിലും വെച്ച് കൊണ്ടുവരും. ഏലെങ്കിലും പിച്ചിക്കൊണ്ടുവരും അല്ലേ? അതെന്താണെന്നറിയാം, അതിൽ കക്ഷി പറഞ്ഞു അവിടുത്തെ റഷ്യയിലെ ആൺകുട്ടികളോട് അവിടുത്തെ അച്ഛന്മാർ പറഞ്ഞു കൊടുക്കുന്നത് പെൺകുട്ടികളെ അവര് എന്താ പറയാ, അവരെ ഒരിക്കലും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടത് തിരിച്ചു തരുമെന്നാണ് പറയുന്നത്. സോ അതൊരു ഭയങ്കര കൾച്ചറൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതത് പുള്ളി ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു പൂവെങ്കിലും അല്ലെങ്കിൽ ഇലയെങ്കിലും പിച്ചിക്കൊണ്ട് വരുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, വാട്ട് യു മോസ്റ്റ് ലൈക്ക് ഇൻ വിജിത? Kind. Care. Kind, care, and understanding and respect. These 4 ഓക്കെ what all men need, I think. ഓക്കെ. ദിമിത്രിയുടെ എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടം? സെയിം തന്നെ. സെയിം തന്നെയാണ്. സെയിം സെയിം തന്നെ. Maybe something more. എന്തെങ്കിലും ചേഞ്ച് ആയിട്ട് പറയാൻ. ഞാൻ പറഞ്ഞു ഉത്തരം കോപ്പി സംസാരിക്കാൻ നല്ല രസമാണ്. അത് കണ്ട് എപ്പഴും. മയങ്ങി. ആണല്ലേ? സംസാരിക്കാൻ ഭയങ്കര രസമാണ്. അത് എനിക്ക് മനസ്സിലായി. പുള്ളിയുടെ കണ്ണിൽ എപ്പോഴും ഉണ്ട് കൊച്ചിനോടുള്ള ഒരു ഭയങ്കര കെയർ, ഭയങ്കര ഒരു ഇഷ്ടം, ഭയങ്കര എന്താ പറയാ, പാഷനേറ്റ് എന്നല്ല, ഭയങ്കര ലോയലായിട്ട്, ഭയങ്കര ഭയങ്കര കീനായിട്ടാണ് സംസാരിക്കുന്നത്. ഭയങ്കര സ്ത്രീയോട് ഭയങ്കര കീനായിട്ടാണ് സംസാരിക്കുന്നത്. എനിവേ, എൻജോയ് യുവർ ലൈഫ് ആൻഡ് Thank you. ബിൽഡ് ന്യൂ ഹോം. അതിന് നിൻ്റെയൊക്കെ റീൽസ് ഒക്കെ ഇടുക. കയറി താമസത്തിന് വിളിക്കണം. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച് Yeah, ഫോർ thank കം you. ഹിയർ. Thank you for meeting.